നമസ്കാരം സുഹൃത്തുക്കളെ, ചാണക്യ ലൈൻസ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിർത്തിപ്പോകണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഇരിക്കൂ. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാതെ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാകും. ഒരു ചോദ്യം ചോദിക്കട്ടെ, ആരെങ്കിലും നിങ്ങളോട് നീ ദുർബലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആരെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതം തിരിച്ചു നൽകും. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആ 6 അടയാളങ്ങളാണ്. ആ 6 തെളിവുകൾ. അത് കാണിക്കുന്നത് നിങ്ങളൊരു സാധാരണ സ്ത്രീയല്ല, മറിച്ച് ലോകം ഇനിയും മനസ്സിലാക്കാത്ത ഒരു അസാധാരണ ശക്തിയാണ് നിങ്ങൾ എന്നാണ്. ഈ ലോകം ഒരു കാര്യം ചെയ്യും. കരുത്തരായ സ്ത്രീകളെ ദുർബലരാണെന്ന് ചിത്രീകരിക്കും. ഉള്ളിൽ ജ്വലിക്കുന്ന തീജ്വാലയെ ചെറുകണലാണെന്ന് പറഞ്ഞ് ഊതിക്കെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ കരഞ്ഞാൽ ദുർബലി എന്ന് പറയും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഒന്നിനും കൊള്ളില്ല എന്നാരോപിക്കും. എന്നാൽ ഇന്ന് ആ കളി അവസാനിക്കും. ജീവിതത്തിൽ വിജയിച്ച സ്ത്രീകൾ ദുർബലരായിരുന്നില്ല. അവർ ദുർബലരാണെന്ന് ലോകം കരുതിയിരുന്നുവെന്നതാണ് സത്യം. ഈ 6 അടയാളങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉദ്ദേശിച്ചതിലും വലിയ ശക്തിയുള്ളവളാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ ചെയ്യൂ. കാരണം ഇവിടെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ജീവിതത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളാണ് ഓരോ വീഡിയോയിലുമുള്ളത്. 1. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഭയക്കുന്നില്ല. ഈ ലോകത്ത് ഭൂരിഭാഗം ആളുകളും ഒറ്റപ്പെടലിനെ ഏറ്റവും വലുതായി ഭയക്കുന്നു. ആ ഭയം കൊണ്ടാണ് അവർ നശിച്ച ബന്ധങ്ങൾ നിലനിർത്തുന്നത്. ആ ഭയം കൊണ്ടാണ് തങ്ങളെ ഉപദ്രവിക്കുന്നവരോടൊപ്പം തന്നെ തുടരുന്നത്. ആ ഭയം കൊണ്ടാണ് ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ആചാര്യ ചാണക്യൻ പറഞ്ഞു, സ്വന്തം മനസ്സിനോടൊപ്പം ഇരിക്കാൻ ധൈര്യമുള്ളവൻ ഈ ലോകത്തിലെ ഏറ്റവും ധൈര്യശാലിയാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആരുടെ കൂടെയാണ് ഇരിക്കേണ്ടത്, ആരുടെ കൂടെയാണ് ഇരിക്കരുത് എന്ന് നിർഭയം തീരുമാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൗർബല്യമല്ല, അത് അഗാധമായ ആന്തരിക ശക്തിയുടെ തെളിവാണ്. ദുർബലരായ സ്ത്രീകൾ ഒറ്റപ്പെടലിൽ നിന്ന് ഓടും. ശക്തരായ സ്ത്രീകൾ ഒറ്റപ്പെടലിൽ വളരും. 2. നിങ്ങൾ ഇല്ല എന്ന് പറയാൻ ശീലിച്ചിട്ടുണ്ട്. ഈ ലോകം നിങ്ങളെ ഊവ് പറയുന്ന ആളാക്കാൻ ഒരുക്കിയെടുക്കും. അനുസരിക്കുന്ന സ്ത്രീ, ഇണക്കമുള്ള സ്ത്രീ, ഒരിക്കലും ഇല്ല പറയാത്ത സ്ത്രീ, ഇതാണ് ഈ സമൂഹം ഇഷ്ടപ്പെടുന്ന സ്ത്രീ. കാരണം ആ സ്ത്രീ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ഇല്ല എന്ന് പറഞ്ഞ ഒരു ദിവസം ഓർക്കൂ. ആ ദിവസം നിങ്ങൾ ഉള്ളിൽ ഭയം അനുഭവിച്ചു. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് ആശങ്കപ്പെട്ടോ? എന്നിട്ടും ആ ഇല്ല പറഞ്ഞെങ്കിൽ ആ ഒരൊറ്റ നിമിഷത്തിൽ നിങ്ങൾ ഒരു ശക്തരായ സ്ത്രീയായി. ചാണക്യൻ പറഞ്ഞു, ആരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ഒടുക്കം ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ സ്വന്തം ആത്മാഭിമാനം തന്നെ ഇല്ലാതാക്കും. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ഓരോ നിമിഷവും നിങ്ങൾ സ്വന്തം ജീവിതം തിരിച്ചു വാങ്ങുകയായിരുന്നു. 3. നിങ്ങൾ തകർന്നിട്ടും വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. ഒരിക്കലും വീഴാത്തവരല്ല ശക്തർ. വീണതിനു ശേഷം ഓടുന്നവരാണ് ശക്തർ. ഈ ലോകത്ത് ഒരു സ്ത്രീയും ഒരൊറ്റ വേദനയും അനുഭവിക്കാതെ ജീവിച്ചിട്ടില്ല. ചതിക്കപ്പെട്ടിട്ടുണ്ട്, ആഘാതമേറ്റിട്ടുണ്ട്, ഇരുളിൽ തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നും നിങ്ങൾ ഇവിടെയുണ്ട്. ഇന്നും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണ്. ഇന്നും നിങ്ങൾ ഒരു മികച്ച ജീവിതം തേടുകയാണ്. ചാണക്യൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ശക്തി അളക്കണമെങ്കിൽ അവർ എത്ര ഉയരത്തിലുണ്ടായിരുന്നു എന്ന് നോക്കരുത്, അവർ എത്ര ആഴത്തിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് നോക്കൂ. നിങ്ങളുടെ മുറിവുകൾ ദൗർബല്യത്തിൻ്റെ അടയാളങ്ങളല്ല, അവ നിങ്ങൾ ജീവിച്ചതിൻ്റെ, പോരാടിയതിൻ്റെ, തിരിച്ചു വന്നതിൻ്റെ ബഹുമതി ചിഹ്നങ്ങളാണ്. 4. നിങ്ങൾ ആരെ ഉള്ളിൽ കടത്തണം, ആരെ കടത്തരുത് എന്നറിയാം. ദുർബലരായ സ്ത്രീകൾ ഒരു ചിരി കണ്ടാൽ ആ ആളെ ജീവിതത്തിൽ കടത്തും. ഒരു നല്ല വാക്ക് കേട്ടാൽ ഉടൻ വിശ്വസിക്കും. ഏതാളുടെ ആവശ്യത്തിനും പറഞ്ഞ് ഓടിയെത്തും. ഈ സ്വഭാവം ഉപദ്രവകാരികൾക്ക് ഒരു ആഹ്വാനമാണ്. എന്നാൽ ചില സ്ത്രീകൾക്ക് ഒരു കഴിവുണ്ടാകും. ആരെ അടുത്ത് കൂട്ടണം, ആരിൽ നിന്ന് അകലം പാലിക്കണം എന്ന് ഉള്ളിൽ തന്നെ അറിയുന്ന ഒരു ദിശാസൂചി. ആ ദിശാസൂചി ഒരിക്കൽ പോലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ, ഒരിക്കൽ പോലും ആരോടും വ്യക്തമാക്കാതെ അവർ ആ ആളുകളിൽ നിന്ന് മൃദുലമായി അകന്നുപോകും. ചാണക്യൻ പറഞ്ഞു, ആരെ ഉള്ളിൽ കടത്തുന്നുവോ ആ ആളുകളുടെ ഗുണദോഷങ്ങൾ നിങ്ങളുടെ ഗുണദോഷങ്ങളായി മാറും. അതിനാൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഭൂമി തിരഞ്ഞെടുക്കുന്നതിലേക്കാൾ ശ്രദ്ധ ചെലുത്തണം. 5. നിങ്ങൾ അംഗീകാരമില്ലാതെ ജോലി ചെയ്യും. ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരും ഒപ്പമില്ല. ഈ ഒഴികഴിവുകൾ ഉപയോഗിച്ച് ജീവിതം ഉപേക്ഷിച്ചവർ ഈ ലോകത്ത് ലക്ഷക്കണക്കിനാണ്. എന്നാൽ ചിലരുണ്ട്, ആരും കൈകൊട്ടിയില്ലെങ്കിലും അവർ ജോലി ചെയ്യും. ആരും കണ്ടില്ലെങ്കിലും അവർ പരിശ്രമിക്കും. ആരും നന്നായി എന്ന് പറഞ്ഞില്ലെങ്കിലും അവർ ഉത്തരം തേടും. ചാണക്യൻ തന്നെ ഒരൊറ്റയാളായി, ആദരിക്കപ്പെടാതെ, പരിഗണിക്കപ്പെടാതെ ഒടുക്കം ഒരു സാമ്രാജ്യമുണ്ടാക്കി. ആരും പ്രോത്സാഹിപ്പിക്കാതെ ഒറ്റയ്ക്ക് ഓടുന്ന ആ ഓട്ടം, അതാണ് ഏറ്റവും ഉന്നതമായ ശക്തിയുടെ ഭാഷ. 6. നിങ്ങൾ മറ്റൊരാളുടെ വേദനയോടൊപ്പം ഇരിക്കും, പക്ഷേ അതിൽ ഒഴുകിപ്പോകില്ല. ദുർബലർ ഒന്നുകിൽ മറ്റൊരാളുടെ വേദന കണ്ടാൽ ഓടി ഒളിക്കും, അല്ലെങ്കിൽ ആ വേദനയിൽ ഒഴുകി ഒടുക്കം സ്വന്തം ജീവിതം കൂടി മുങ്ങിത്താഴ്ത്തും. ശക്തരായ സ്ത്രീകൾ വ്യത്യസ്തമാണ്. അവർ ഒരു വശത്ത്
ഹൃദയംഗമമായ കരുണ കാണിക്കും. മറ്റൊരു വശത്ത് അവർ ഉള്ളിൽ ഉറച്ചിരിക്കും. ആ കരുണ അവരെ ദുർബലരാക്കില്ല. ആ ദൃഢത അവരെ ഹൃദയശൂന്യരാക്കില്ല. ചാണക്യൻ പറഞ്ഞു, ഒരു നദി ഒരു ദിശയിൽ ഒഴുകണം. അത് ഓരോ കല്ലിൽ ഉടക്കി ഓരോ ചതുപ്പിൽ ഒഴുകിയിറങ്ങിയാൽ ആ നദി ഒരിക്കലും സമുദ്രത്തിൽ ചേരില്ല. നിങ്ങൾ മറ്റൊരാളോട് കരുണ കാണിക്കും, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും കൈവിടില്ല. ഇതാണ് ആ 6 അടയാളങ്ങൾ. ഒന്നെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദുർബലയല്ല. ഈ ശക്തി ഉപയോഗിക്കണോ ഒളിച്ചുവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇതുപോലെ ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകൾ ഇനിയും വേണ്ടവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഒരു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണും. ഓർക്കൂ, ദുർബലർ ആരോടും ഒന്നും തെളിയിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഓടുന്നത്. ശക്തർ സ്വന്തം ജീവിതം ജീവിക്കേണ്ടതുകൊണ്ടാണ് ഓടുന്നത്. നന്ദി, നമസ്കാരം.